ജബൽപൂരിൽ മർദ്ദനമേറ്റ മലയാളി വൈദികൻ ഫാദർ ഡേവിസ് ജോർജിന്റെ വസതി സന്ദർശിച്ച് മന്ത്രി കെ രാജൻ. മുൻ MLA പി ബാലചന്ദ്രനൊപ്പം തൃശൂർ MLA പി ബാലചന്ദ്രനൊപ്പമാണ് മന്ത്രി എത്തിയത്. സൂരജ് സജ്ജുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസുമായി ഫോണിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹവുമായി മന്ത്രി കെ രാജൻ ഫോണിൽ സംസാരിക്കുകയാണ്, കാര്യങ്ങൾ തിരക്കുകയാണ്. ഇന്നലെ കുടുംബം ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇതുവരെയും ഈ വിഷയത്തിൽ കേസെടുക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല. ഈ സംഭവത്തിൽ കേസെടുക്കണം എന്നടക്കം ഇന്നലെ കുടുംബം ആവശ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വീട്ടിലെത്തി സന്ദർശനം നടത്തുന്നത്. ഇന്നലെ DCC പ്രസിഡന്റ്, തൃശൂർ DCC പ്രസിഡന്റ് അടക്കം കോൺഗ്രസ് നേതാക്കളും ഇന്നലെ ഈ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം കുടുംബം ഈ സംഭവത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം സമാനതകളില്ലാത്ത ഒരു ആക്രമണമാണ് ഉണ്ടായത്. കാരണം അവരുടെ കയ്യിലെ മോതിരവും മാലയും എല്ലാം കാണുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഭയം തോന്നുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ് ഒരു ആക്രമണം ഉണ്ടായത്, പക്ഷേ അതിനകത്ത് ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. എന്തായാലും മന്ത്രി കെ രാജൻ ഇപ്പോൾ എത്തി ഫാദറുമായി സംസാരിക്കുകയാണ്, വൈദികനുമായി സംസാരിക്കുകയാണ്. അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടും എന്ന ഉറപ്പ് അദ്ദേഹം നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്.